പരിശുദ്ധാത്മാവിന്റെ നിറവും ശക്തിയും നമുക്ക് ലഭിക്കണമെങ്കിൽ മൂന്നാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താ ഇവിടെ പറയുന്നത്? അപ്പോസ്തലപ്രവൃത്തികൾ അപ്പോസ്തലന്മാർ സാക്ഷ്യപ്പെടുന്ന കാര്യം, ഈ വസ്തുതയ്ക്ക് ഞങ്ങളും അപ്പോസ്തലന്മാരായ ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവ്. അപ്പൊ അവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നിറവും അഭിഷേകവും കിട്ടണമെങ്കിൽ, ആ ശക്തിയുടെ ഫുൾനെസ്സിൽ നമുക്ക് എത്തണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്താണ്? ദൈവത്തെ അനുസരിക്കണം. ഇവിടെയാണ് പലരുടെയും പ്രശ്നം. പ്രാർത്ഥിക്കാൻ പറ്റും, മാനസാന്തരപ്പെടാനും പറ്റും. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കുക എന്നൊരു ചോദ്യം വരുമ്പോൾ അവിടെ ഇച്ചിരി പിടിയാണ്. നമ്മുടെ വീട്ടിലേക്കൊന്ന് നോക്കിയാൽ മതി. നമ്മുടെ മക്കൾ എന്തെങ്കിലും ഒരു കാര്യത്തിലൊക്കെ ഒരു തെറ്റോ എന്തെങ്കിലും ഒരു കുറവൊക്കെ അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ അവരെ ശാസിക്കും, വഴക്ക് പറയും. നമ്മുടെ മക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ, മോനെ വെരി ഗുഡ്, വെരി ഗുഡ്, നീ നുണ പറഞ്ഞത് വെരി ഗുഡ്, ഇനിയും പറഞ്ഞോ എന്ന് പറയോ? ഒരിക്കലും ഒരു മാതാപിതാക്കളും പറയില്ല. അവര് ശാസിക്കും, മോനെ മോളെ ഒരിക്കലും നുണ പറയരുത്, കള്ളം പറയരുത്, ചീത്ത വാക്കുകൾ പറയരുത്, എല്ലാവരും ബഹുമാനിക്കണം, അനുസരിക്കണം, പറയുന്നത് കേൾക്കണം. എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ട് അവരനുസരിച്ചില്ലെങ്കിൽ ബലവേഷം എന്ന് പറയോ? നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു, മോനെ ആ പാത്രം, അല്ലെങ്കിൽ മോളെ ആ പാത്രമൊക്കെ ഒന്ന് 2 പാത്രമുണ്ട്, ഒന്ന് കഴുകി ഒന്ന് വെക്ക്. അനുസരിക്കുന്നില്ല, വഴക്ക് പറയും. പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആരല്ല? അവരെ സ്നേഹിക്കുന്ന മാതാപിതാക്കളല്ല. വഴക്ക് പറയും. ഇപ്പൊ കുഞ്ഞുങ്ങളെ വഴക്ക് പറയുമ്പോൾ അവർക്ക് അത്ര പിടിക്കില്ല. ഇന്ന് ഉപദേശം ആർക്കും വേണ്ട. വഴക്ക് പറയുന്നത്, ഉപദേശം പറയുന്നത്, ശാസിക്കുന്നത് പലർക്കും ഇഷ്ടമല്ല. അത് ശരിയല്ല. നമ്മൾ നന്നാകാൻ വേണ്ടിയാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതെന്നും നമ്മൾ ഹൃദയം കൊണ്ട് അംഗീകരിച്ചത് ഏറ്റെടുക്കാൻ കഴിയണം. അവിടെയാണ് നമ്മുടെ വിജയം, അവിടെയാണ് നമ്മൾ മാനിക്കപ്പെടുന്നത്. നമ്മുടെ ഒരു നല്ല മനുഷ്യനായി മോൾഡ് ചെയ്യപ്പെടുന്നത് മറ്റുള്ളവരുടെ ഉപദേശ വാക്കുകൾ കേട്ട് നമ്മൾ അതനുസരിക്കുമ്പോഴാണ്. ഇവിടെ അപ്പോസ്തലന്മാർ പറയുകയാണ്, പരിശുദ്ധാത്മാവിന്റെ നിറവും ശക്തിയും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ വെറുതെ ഇരുന്ന കിട്ടില്ല. ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവ്. അപ്പൊ ആർക്കാണ് പരിശുദ്ധാത്മാവിന്റെ നിറവും ശക്തിയും കിട്ടുന്നത്? ദൈവത്തെ അനുസരിക്കണം, ദൈവവചനം അനുസരിക്കണം, ദൈവത്തിന്റെ വാക്കുകൾ അനുസരിച്ച്, ഉപദേശം അനുസരിച്ച് നമ്മൾ ജീവിക്കണം. ദൈവത്തിന്റെ വചനം വെട്ടി ഇടത്തോട്ടും വലത്തോട്ടും പോകരുത്. അത് നമ്മുടെ വായിൽ നിന്നും ചിന്തയിൽ നിന്നും പോകരുത്. അവിടെയാണ് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നത്. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്നാണ്. അനുസരണം, ഒബീഡിയൻസ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സ്കൂളിലെ ടീച്ചർമാർക്ക് തന്റെ ക്ലാസ്സിലുള്ള 50 കുട്ടികളിൽ ഏറ്റവും അവർക്ക് ഇഷ്ടമുള്ള കുട്ടി ആരായിരിക്കും അറിയാമോ? ആ ടീച്ചർ പറയുന്ന വാക്കുകളെല്ലാം അനുസരിച്ച് കറക്റ്റായി പോകുന്ന ആ കുട്ടിയോടൊരു മമത ആ സ്കൂൾ ടീച്ചർക്ക് ഉണ്ടാവും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ദൈവമക്കളാണ്, രക്ഷിക്കപ്പെട്ടവരാണ്, സ്ഥാനപ്പെട്ടവരാണ്, യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറിയവരാണ്. പക്ഷെ നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തെയും ദൈവത്തിന്റെ വചനത്തെയും അനുസരിക്കുന്നില്ലെങ്കിൽ, മറുതലിക്കുന്നവരാണെങ്കിൽ, ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനം എന്താണ്? നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കഠിനമാക്കുന്നുവെങ്കിൽ, മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് മറുതലിച്ച് ജീവിച്ചപ്പോൾ അവർ മരുഭൂമിയിൽ പട്ടുപോയതുപോലെ നിങ്ങൾക്കും അത് സംഭവിക്കരുതെന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അനുസരിക്കുക, ദൈവത്തിന്റെ ഉപദേശം അനുസരിക്കുക. ഓരോ സ്റ്റെപ്പുകളിലും ദൈവത്തെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ഞാൻ പറയട്ടെ, അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയുടെ ഒരു വലിയ അളവ് ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയാകും. അവർ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം?
അനുസരിച്ച് ജീവിക്കുക. ദൈവത്തെ അനുസരിച്ച് ജീവിക്കുക.